بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദ്യ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബാബു മാ ജാഅ ഫി ഖൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽഖിനെ കുറിച്ച് വന്നതായ ഹദീസുകൾ അതിനെ വിശദീകരിക്കുന്ന അധ്യായമാണ്. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിഘടന, അവിടുത്തെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നത്. ഖൽഖ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശരീരഘടനയാണ്. ഖുലുഖ് എന്ന് പറഞ്ഞാലോ സ്വഭാവം, ആന്തരികമായ വിശേഷണങ്ങൾ. ഖൽഖ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖം എങ്ങനെ, കൈ, കാലെങ്ങനെ, ശരീരപ്രകൃതി എങ്ങനെ, അവിടുത്തെ ബാഹ്യമായ ഘടന. ഖുലുഖോ സ്വഭാവം, ആന്തരികമായത്, ക്ഷമ, വിനയം, സ്നേഹം, തഖ്വ, ഇതൊക്കെ എന്താണ്? ആന്തരികമായതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളും ലോകത്തില്ല. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. വഹ്ശനു മിൻക ലം തറഖത്തു ഐൻ, അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിശാ, അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കപ്പെട്ടിട്ടാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാ, അങ്ങ് ഉദ്ദേശിച്ചതുപോലെ അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടത് പോലെയുണ്ട്. പറഞ്ഞു വന്നത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. നബിതങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, അവിടുത്തെക്കാൾ ഭംഗിയുള്ള, അവിടുത്തെക്കാൾ പരിപൂർണരായ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയുമില്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അഷ്റഫുൽ വസായിൽ ഇലാ ഫഹ്മി ശമാഇൽ എന്ന നമ്മുടെ ശമാഇൽ തിർമിദിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫഅലം, നീ മനസ്സിലാക്കുക, അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി, റസൂലുള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് ഇഅ്തിഖാദു, വിശ്വസിക്കൽ, അന്നഹു ലം യജ്തമിഅ ഫീ ബദനി ആദമിയ്യിൻ മിനൽ മഹാസിനിൽ ളാഹിറ മജ്തമഅ ഫീ ബദനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെയുള്ള ബാഹ്യമായ ഭംഗി, ആന്തരികമായത് പിന്നെയല്ലേ, ബാഹ്യമായ പുറമെയുള്ള ഭംഗി പോലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും ഒരുമിച്ച് കൂടിയിട്ടില്ല എന്ന് വിശ്വസിക്കൽ ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നിർബന്ധമാണ്. കാരണം എന്താ? പുറമേ ഭംഗി വേണമെന്ന് പറയാൻ കാരണം എന്താ? വസിറു ദാലിക്, അതിൻ്റെ രഹസ്യം എന്താ? അതെന്തുകൊണ്ടാ? അന്നൽ മഹാസിൻ അല്ലാഹിറ ആയാത്തുൻ അലൽ മഹാസിനിൽ ബാത്തിന, പുറമെ ഭംഗിയുണ്ടാകുന്നത് അകത്ത് ഭംഗിയുണ്ടെന്നുള്ളതിനേക്കുള്ള അടയാളമാണത്. അതിൻ്റെ അർത്ഥം പുറമെ ഭംഗിയില്ലാത്ത ആളുകളുടെ ഉള്ളൊന്നും നല്ലതല്ല എന്നല്ല. ഉള്ളിൽ പിന്നെ നന്നായി കഴിഞ്ഞാൽ, ഭംഗി ഉണ്ടായി കഴിഞ്ഞാൽ പുറമേയും ഭംഗിയുണ്ടാവും. അപ്പോൾ പുറത്തുള്ള സൗന്ദര്യം അത് ആന്തരിക സൗന്ദര്യത്തിൻ്റെ അടയാളമാണ്. വൽ അഖ്ലാഖി സക്കിയ, നല്ല പരിശുദ്ധമായ സ്വഭാവത്തിൻ്റെ അടയാളമാണ്. വല അക്മല മിൻഹു, പിന്നെന്തും വിശ്വസിക്കണം, നബിതങ്ങളെക്കാൾ പരിപൂർണനായ ഒരാളുമില്ല. ബൽ എന്നല്ല, വല മുസാബില്ലഹു ഫി ഹാദൽ മജ്ലൂൽ, ഈ വിഷയത്തിൽ നബിതങ്ങളോട് തുല്യനായിട്ട് ഒരാളുമില്ല. സുബ്ഹാനല്ലാഹ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മൻ അന്നഹു ലം യദ്ഹർ തമാമു ഹുസ്നിഹി, നബിതങ്ങളുടെ കാലത്ത് നബിതങ്ങളെ കണ്ടു ജീവിച്ച സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ,
ആ സ്വഹാബത്തിന് നബിതങ്ങളുടെ പരിപൂർണ സൗന്ദര്യം കാണാൻ കഴിഞ്ഞിട്ടില്ല, ആ തിളക്കം കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നബിതങ്ങളുടെ പരിപൂർണമായ സൗന്ദര്യമെങ്ങാനും വ്യക്തമായി സ്വഹാബത്തിന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വഹാബത്തിന് റസൂലുള്ളാഹിനെ നോക്കാൻ കഴിയില്ല. ആ ഒരു പ്രഭ ഉൾക്കൊള്ളാൻ സ്വഹാബത്തിൻ്റെ കണ്ണുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ അഷ്റഫുൽ വസായിലിൽ നമുക്ക് കാണാം. നബിതങ്ങളുടെ സൗന്ദര്യമാണ് അറിയിക്കുന്നത്. നബിതങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളും ഈ ലോകത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്ക് സൗന്ദര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പോലെയല്ല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യം. നബിതങ്ങളുടേത് ലാഹിർ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെത് ലാഹിറാണ്. എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് സ്ത്രീകൾ ഫിത്നയിലകപ്പെട്ടു പോയത്. മനസ്സിലായില്ലേ? നബിതങ്ങൾ കാരണമായിട്ട് ഒരു പെണ്ണും അങ്ങനെ എന്തായിട്ടില്ല, ഫിത്നയിലായി പോയിട്ടില്ല. കാരണം നബിതങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം എന്തായിട്ടില്ല, ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും നമുക്ക് ആദ്യത്തെ ഹദീസിലേക്ക് കടക്കാം. قال الحافظ أبو عيسى محمد بن عيسى ابن ثورة الترمذي رحمة الله عليه. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അതിനിടയിൽ തിർമിദി ഇമാം ആരാണ്? വിശാലമായിട്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. വലിയ ഹദീസ് പണ്ഡിതനാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാനാണ്. ആധുനിക ഉസ്ബെക്കിസ്ഥാനിലെ തിർമിദ് എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ മനോഹരമായ മഖ്ബറയിൽ അന്തിയുറങ്ങുന്നു ബഹുമാനപ്പെട്ടവർ. ആ ബഹുമാനപ്പെട്ട തിർമിദി ഇമാമാണ് ഈ കിതാബ് രചിച്ചത്. നമ്മൾ പറഞ്ഞല്ലോ, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ പൂർണ്ണമായ പേരാണത്. മുഹമ്മദ് ബിൻ ഈസ ഇബ്നു സൗറത്തിൻ അത്തിർമിദിയു. തിർമിദി എന്നാണ് പറയേണ്ടത്. ചില ആളുകൾ തുർമുദി എന്നൊക്കെ പറയലുണ്ട്. അല്ലെങ്കിൽ തിർമിദി എന്നുള്ളതാണ് ശരി. തിർമിദ് എന്ന് പറയുന്ന ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ സ്ഥലമാണ്. അതിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് തിർമിദിയു എന്ന് പറയുന്നത്. അവരുടെ കുഞ്ഞിയത്ത് ആലമാണ് അബൂ ഈസ. അദ്ദേഹം പറയാൻ, ഹദ്ദസനാ അബൂ റജാ ഖുതൈബത്ത് ബിൻ സഈദ് അൻ മാലിക് ബിൻ അനസ് അൻ റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു അദ്ദേഹം സമിഅഹു പിന്നെ അനസ് ബിൻ മാലിക് തങ്ങളെ ആര് കേട്ടു? റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ യഖൂൽ പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ ആദ്യ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. മൂപ്പരന്നെയാണ് ഇത് തുടങ്ങേണ്ടത്. കാരണം റസൂലുള്ളാഹിക്ക് 10 വർഷം സേവനം ചെയ്ത ആളാണ്. ഹിജ്റയുടെ തുടക്കത്തിൽ 10-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യാൻ തുടങ്ങിയതാണ്. ആര്? അനസ് ബിൻ മാലിക്. 100-ലധികം വർഷം ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു തൻ്റെ മകനെയും കൂട്ടി റസൂലുള്ളാഹിൻ്റെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ റസൂലെ, ഹാദാ ഖുവൈദിമുക ഉനൈസ്, ഇത് അങ്ങേക്ക് സേവനം ചെയ്യാൻ വന്ന കുഞ്ഞു അനസാണ് നബിയെ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുന്നത്. അതൈതുക ബിഹി ലിയഖ്ദുമക, ഞാൻ ഈ എൻ്റെ മകനെയും കൂട്ടി നിങ്ങളുടെ അരികിലേക്ക് വന്നത് ഇവൻ അങ്ങേക്ക് സേവനം ചെയ്യാനാണ്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലഹു, അള്ളാഹുവിനോട് അവനിക്ക് ദുആ ചെയ്തു കൊടുക്കണം, അങ്ങ് ദുആർന്നു കൊടുക്കണം. അപ്പോൾ റസൂലുള്ള ദുആർന്നു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ഫീഹ്, അല്ലാഹുവേ അനസ് തങ്ങൾക്ക് നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണം, അതുപോലെ മക്കളെയും, എന്നിട്ട് അതിൽ ബർക്കത്തും ചെയ്യണം. സുബ്ഹാനല്ലാഹ്.
അന്ന് 10-ാം വയസ്സിൽ റസൂലുള്ള ദ്വാരന്ന് കൊടുത്തതാണ്. ബറക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദ്വാരന്ന് കൊടുത്തു. എൻ്റെ എത്ര കൊല്ലം ജീവിച്ച്? 100-ലധികം വർഷം. ബഹുമാനപ്പെട്ടവർ പറയാണ്, എൻ്റെ മുതുകിൽ നിന്ന് എൻ്റെ മക്കളുടെ മക്കളെ കൂടാതെ 125 മക്കൾ ഉണ്ടായിട്ടുണ്ട്. എത്ര? 125. റസൂലുള്ളാഹിന്റെ ദുആന്റെ ബർക്കത്താണ്. എല്ലാവരുടെ തോട്ടവും വർഷത്തിൽ ഒരു തവണ മാത്രമേ കായ്ക്കുകയുള്ളൂ. എൻ്റെ തോട്ടം 2 തവണ. ബഹുമാനപ്പെട്ടവർക്കൊരു തോട്ടം ഉണ്ടായിരുന്നു, ഈത്തപ്പനത്തോട്ടം. കൊല്ലത്തിൽ 2 വട്ടം കായ്ക്കും. എല്ലാവരുടേതും എത്ര? 1 വട്ടം. സുബ്ഹാനല്ലാഹ്. അവിടെ ഒരു റൈഹാൻ ചെടിയുണ്ട്, അതിൽ നിന്ന് കസ്തൂരിയുടെ മണം വരും. ഇതെല്ലാം റസൂലുള്ളാഹിന്റെ ദുആന്റെ ബർക്കത്താണ്. അങ്ങനെ ബർക്കത്ത് കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ബസ്വറയിലാണ് അന്തിയിറങ്ങുന്നത്. ബസ്വറയിൽ നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ കൂടുതൽ ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ കഴിയാറില്ല. നമ്മൾ ഗൈഡിനെയൊക്കെ വശീകരിച്ച് അവർക്ക് കൂടുതൽ പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. സദ്ദാം ഹുസൈൻ്റെ കാലത്ത് ആ പള്ളി പുതുക്കി പണിതാൻ വേണ്ടിയിട്ട് ഒരു ഭാഗമൊക്കെ പൊളിച്ചിരുന്നു. അങ്ങനെ ഇപ്പോഴും ആ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ അനസ് തങ്ങളുടെ ആ ഒരു മഖ്ബറ കാണുമ്പോൾ ഒരാളും ഇല്ല അവിടെയൊന്നും. കുറേ ചെറിയ കട്ട് റോഡിലൂടെ അങ്ങനെ പോകണം, 10 കിലോമീറ്ററോളം. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ അവിടെ പോയി. അവിടെ കൊള്ളക്കാരുടെ ഏരിയയാണ്. ഗൈഡുമാർക്കൊക്കെ വിദേശികളെ കൊണ്ടുപോകാൻ പേടിയാണ്, എന്തെങ്കിലും അപകടം പറ്റി അവർക്കല്ലേ പേരുണ്ടാവുക. അങ്ങനെ നമ്മൾ പോയി. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് പോയപ്പോൾ നമ്മൾ നേരിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. ഇപ്പോൾ ഒരു പള്ളിയുടെ ഒരു റൂമിലാണ് അതുള്ളത്. അന്ന് ഫുള്ള് പള്ളി ഓപ്പണാണ്. പള്ളി ഏകദേശം പകുതി പൊളിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഈ അനസ് തങ്ങളുടെ ആ മഖ്ബറുള്ള റൂം മൊത്തത്തിൽ കല്ലെല്ലിട്ട് അടച്ചണം. നമ്മളെ സിമെൻറ്റിൻ്റെ കളറുള്ള കല്ലില്ല, അതിൻ്റെ പേരെന്താ, ഹോളോ ബ്രിക്സ്, അത് ഉപയോഗിച്ചിട്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മൾ ഒരു ചെറിയ ദ്വാരമുണ്ട്, അതിലോട്ട് നോക്കി പണ്ട് കണ്ട പോലെ തന്നെ. നീ അവിടെ വന്നിട്ട് സുന്നി വിരുദ്ധർ ചെയ്തതാണോ എന്താണെന്നറിയില്ല. എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമാണ്. കാരണം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മനസ്സിൽ അത്രയും ഇടം നേടിയ ആളാണ്. ആഖിറു മൻ മാത ബിൽ ബസ്റ മിന സ്വഹാബ, സഹാബത്തിൽ നിന്ന് ബസ്റയിൽ വെച്ച് അവസാനം വഫാത്തായ ആളാണ്. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ബസ്റയിലേക്ക്, ഇറാഖിലേക്ക് വന്നതാണ് ദീനി പ്രചരണത്തിന് വേണ്ടി. അവിടെ മഹാനവറുകളുടെ ശിഷ്യനുണ്ട്, ആര്, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അവിടെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് ബിൻ സീരീൻ ഉണ്ട്. അവരൊക്കെ പിന്നെയും നല്ല രൂപത്തിലാണ്. ഇത് വലിയൊരു പള്ളിയാണ്, പക്ഷേ വല്ലാത്തൊരു വിഷമം തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു അവിടുത്തെ ചുറ്റുപാട്. വീഡിയോ ഞാൻ എടുത്തിരുന്നു, ലഭ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ വിടാം. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അള്ളാഹു അവിടുത്തെ മദദ് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിലേക്ക് കടക്കാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ലൈസ ബിത്വീലിൽ ബാഇനി, അങ്ങേയറ്റം നീളം കൂടിയ ആളായിരുന്നില്ല. ത്വീലുൽ ബാഇൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നീളം കൂടിയവർ, നല്ല നീളം കൂടിയവരല്ല. പിന്നെ വലാബിൽ ഖസീർ, കുറിയവരോ അല്ല. കുറിയവർ കുള്ളൻ എന്നൊക്കെ പറയില്ലേ, കുള്ളനുമല്ല. ആര്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഫ്രിത്തായ അത്വീലുൽ ബാഇൻ അൽ മുഫ്രിത്ത് തൂലൻ, നീളത്താൽ അങ്ങനെ പരിധി വിട്ട് കിടന്ന ആളല്ല. പിന്നെ വലാബിൽ ഖസീർ, ആരുമല്ല, കുറിയവരുമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാബിൽ അബിയദിൽ അംഹഖി, വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ള വെളുത്ത നിറത്തിലുള്ള ആളുമല്ല. അൽ അംഹഖ് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ള, അബിയദ് വെളുത്ത നിറത്തിലുള്ള ആളല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ എന്താ അൽ അംഹഖ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖാലി അനിൽ ഹുംറ വന്നൂർ, ചുവപ്പും പ്രകാശമൊന്നും ഇല്ലാത്ത ഒരു വെളുപ്പ്. കൽദിയസ്, ചുണ്ണാമ്പൊക്കെ പോലെ. ചുണ്ണാമ്പില്ല, ചുണ്ണാമ്പ്, നൂറ് എന്നൊക്കെ പറയുക, നമ്മളെ
വൈറ്റ് വാഷൊക്കെ ചെയ്യണ ഇതുണ്ടല്ലോ, പൊട്ടിൻ്റെ കളർ, അങ്ങനത്തെ കളർ. അത് കാണുമ്പോൾ ഒരു പിന്നെ ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടായിരിക്കും വെറുപ്പായിരിക്കും. ഒരു വെളുത്തതാണെങ്കിൽ എന്താ പിന്നെ നമ്മൾ കളിയാക്കും, വെള്ളക്കൂറാന്നെല്ലാം പറയില്ലേ? അങ്ങനെയല്ല, ചുവപ്പ് കലർന്ന വെളുത്ത നിറമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അമഹക്കായ വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ള വെറുപ്പല്ല. അഷ്റഫുൽ വസായിലിൽ കാണാം, ബൽ ബയാദുഹു മുഷ്റബുൻ ബിഹുംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളുപ്പ് ചുവപ്പുമായി കൂടിച്ചേർന്നതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ബിൽ ആദമി, തവിട്ട് നിറമുള്ള ആളുമല്ല. ആരുമല്ല? തവിട്ട് നിറമുള്ള ആളുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാന്മാര് പറഞ്ഞു, ഇമാമിങ്ങൾ രേഖപ്പെടുത്തി, യുക്ഫറു മൻ ഖാല കാന നബിയു അസ്വദ. റസൂലുള്ള കറുത്ത ആളായിരുന്നു എന്ന് പറഞ്ഞ ആൾ കാഫിറാണ്. റസൂലുള്ള കറുത്ത ആളായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കാഫിറായി എന്നാണ്. ഔ ഗൈറ ഖുറൈശിയൻ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഗോത്രത്തെ നിഷേധിച്ചു, റസൂലുള്ള ഖുറൈശിയല്ല. ഔ തൂഫി അസ്വദ, അല്ലെങ്കിൽ എന്താണ്, ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയി. കാരണം ലിഅന്ന വസ്ഫഹു ബിഗൈരി സിഫത്തിഹി നഫിയുൻ ലഹു, റസൂലുള്ളാഹിന്റെ വിശേഷണമല്ലാത്തൊരു വിശേഷണം റസൂലുള്ളാഹിക്ക് നൽകൽ അത് റസൂലുള്ളാഹിനെ നിഷേധിക്കുന്നത് പോലെയാണ്. അസ്വദായ റസൂലുള്ള അവിടെ ഇല്ല. അപ്പോൾ ആ റസൂലുള്ളാഹിനെ നിഷേധിക്കുന്നത് പോലെ, വതക്ദീബുൻ ബിഹി, റസൂലുള്ളാഹിനെ കളവാക്കുന്നത് പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തവാത്തുർ കൊണ്ട്, കളവിൻ്റെ മേലെ യോജിക്കാത്ത അത്രയും ആളുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതായ റസൂലുള്ളാഹിന്റെ ഒരു വിശേഷണം, അതിനെ നിഷേധിക്കൽ കാന നഫ്യുഹ കുഫ്റൻ, അത് നിഷേധിക്കൽ കുഫറാണ് എന്നാണ് മഹാനവറുകൾ എന്തായത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത്. അൽ മവാഹിബുൽ മുഹമ്മദിയ, ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജമൽ തങ്ങളുടെ ശറഹാണ് ഈ വിഷയത്തിൽ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽ അഷ്റഫുൽ അൽവാനി അൽ മുഷ്റബു ബിഹുംറത്തിൻ ഔ സുഫ്രത്തിൻ, മഞ്ഞയോ ചുവപ്പോ കലർന്ന വെളുത്ത നിറമാണ് ഏറ്റവും നല്ല നിറം. ഒന്നാമത്തെ എല്ലാവർക്കും അറിയാം, ചുവപ്പ് കലർന്ന്, കാരണം അതാണ് നല്ല ഭംഗി. റസൂലുള്ളാഹിന്റെ നിറം അതാണ്. പിന്നെ മഞ്ഞ കലർന്നത് അത് ശ്രേഷ്ഠമാകാൻ കാരണം എന്താ? ഫലി അന്നഹു ലൗനു അഹ്ലിൽ ജന്നത്തി ഫിൽ ജന്ന, സ്വർഗാവകാശികളുടെ സ്വർഗത്തിലുള്ള നിറം അതാണ്, മഞ്ഞ കലർന്ന വെളുപ്പ് നിറം. അറബികൾ അത് എന്താണ്, ദുനിയാവിൽ തന്നെ അങ്ങനെയുള്ള ആളുകളോട് വലിയ ഇഷ്ടമാണ് അറബികൾക്ക്. അപ്പോൾ റസൂലുള്ളാഹിക്ക് എന്തായി? രണ്ട് അഷ്റഫ് കൊടുത്തു. ദുനിയാവിലൊരു അഷ്റഫ്, ഏത്? ചുവപ്പ് കലർന്ന വെളുത്ത നിറം. ആഖിറത്തിൽ സ്വർഗത്തിൽ വേറെ അഷ്റഫ്, മഞ്ഞ കലർന്ന അഷ്റഫ്. എന്തിനാണത്? പിന്നെ ഫജമഅ അല്ലാഹു ലിൽ മുസ്തഫ ബൈനൽ അഷ്റഫൈൻ, രണ്ട് അഷ്റഫ് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ആഖിറത്തിൽ ഒരു നിറം, ദുനിയാവിൽ വേറൊരു നിറം. റസൂലുള്ളാഹിക്ക് ഒരു ഭംഗിയും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മൾ അറിയണം. അല്ലാഹു അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലാ ബിൽ ജഅദിൽ ഖതതി വലാ ബിസ്സബതി, റസൂലുള്ളാഹിന്റെ മുടി വർണ്ണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചുരുങ്ങിയിട്ട് ഇങ്ങനെ ചുരുണ്ട മുടിയില്ലേ, നമ്മളെ ആഫ്രിക്കക്കാരുടേതൊക്കെ ഉണ്ടാവും, അങ്ങനെയല്ല. വലാ ബിസ്സബതി, നേർത്ത മുടി, കട്ടിയൊന്നുമില്ലാത്ത, തൊട്ടാ ഇങ്ങനെ നൈസായിട്ടുള്ള മുടി ഉണ്ടല്ലോ, അതുമല്ല. നീഗ്രോ വംശക്കാരുടേതാണ് ഇങ്ങനെ ചുരുണ്ടത്, അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതുപോലെ വെരി സോഫ്റ്റും അല്ല. പിന്നെ എങ്ങനെയാണ് വരുന്നുണ്ട്? ബഅസഹുല്ലാഹു തആല, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി നിയോഗിച്ചു. അലാ റഅസി 40 സന, 40-ാം വയസ്സിൻ്റെ തുടക്കത്തിൽ പ്രവാചകനായി നിയോഗിച്ചു. അങ്ങനെ ഫഖാമ ബിമക്കത്ത 10 സിനീൻ, 40 വയസ്സ് എന്ന് പറഞ്ഞാൽ സിന്നുൽ കമാലാണ്.
പരിപൂർണതയുടെ വയസ്സ് എന്നാണ് പറയപ്പെടുന്നത്, സിന്നുൽ കമാൽ. അതുകൊണ്ടാണ് 40-ാം വയസ്സിൽ നുബുവത്ത് നൽകപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പരിപൂർണമാകുന്നത് 40-ാം വയസ്സിലാണ്. എല്ലാം ഉൾക്കൊള്ളാനുള്ള ആ ഒരു മാനസികാവസ്ഥ വരുന്നത് അപ്പോഴാണ്. അങ്ങനെ ഫഖാമ ബിമക്കത 10 സിനീന, മക്കയിൽ 10 വർഷക്കാലം താമസിച്ചു. അത് ചില്ലറകളെ പരിഗണിക്കാതെയാണ്. ശരിക്കും മക്കയിൽ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്? നുബുവത്തിന് ശേഷം 13 വർഷം താമസിച്ചിട്ടുണ്ട്. 53-ാം വയസ്സിലാണ് റസൂൽ അവിടത്തേക്ക് പോണത്, മദീനയിലേക്ക് പോണത്. അപ്പം ഇവിടെ പറഞ്ഞത് അത് ചില്ല 3 പരിഗണിക്കാണ്ട്. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, 10, 12 എന്ന് പറയും. 12 ആയാലും എന്താ പറയുക, 10 എന്ന്. 12, 13, 10 ആയി. ചിലപ്പോൾ 12, 13 ആയിട്ടുണ്ടാവും. എന്നാലും എത്ര പറയാ? അങ്ങനെ പറഞ്ഞതാണ് ഒന്നുകിൽ. അല്ലെങ്കിൽ ഇത് അപ്രബലമായ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. റസൂൽ എത്ര കാലം ജീവിച്ചിട്ടുണ്ട്? 13 വർഷം മക്കയിൽ താമസിച്ചിട്ടുണ്ട്. വബിൽ മദീനത്തി 10 സിനീന, മദീനയിലും 10 വർഷക്കാലം താമസിച്ചു. മദീനയിലും 10 വർഷക്കാലം താമസിച്ചു. പിന്നെ ഇതാരാണ് പറയണത്? ആരാ പറയണത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. പറയുന്ന സമയത്ത് സുന്നുൽ കമാലൊന്നും എത്തിയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. പിന്നെ അനസ് തങ്ങളൊന്നും ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഇല്ല. പിന്നെയല്ലേ മദീനയിലാവുമ്പല്ലേ വരുന്നത്. മുമ്പുള്ള അതൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അനസ് തങ്ങൾ ആ ചില്ലറയൊന്നും പരിഗണിക്കാണ്ട് നമ്മളിങ്ങനെ ഒരു ഇത് പറയുന്ന പോലെ 10, 12 കൊല്ലം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞതാണ്. അത് കുഴപ്പാക്കാനൊന്നുമില്ല. അല്ലാഹു തആല മുത്തുനബിയെ മരിപ്പിച്ചു, വഫാത്താക്കി. അലാ റഅസി 60 സന, 60-ാം വയസ്സിൻ്റെ തുടക്കത്തിൽ. 3 എന്നൊക്കെ പറഞ്ഞപ്പോൾ 63-ലാണ് വഫാത്തായത്. അപ്പോൾ 5-ന്റെ താഴേക്കായാലും തുടക്കം എന്നൊക്കെ പറയാം അല്ലേ? അങ്ങനെ 60-ാം വയസ്സിൻ്റെ തുടക്കത്തിൽ. ഏത് അവസ്ഥയിലാണ് വലൈസ ഫീ റഅസിഹി, വാദ് ഹാലിയാണ്. റസൂലുള്ളാഹിന്റെ തലയിലുണ്ടായിരുന്നില്ല. വലഹിയതിഹി, റസൂലുള്ളാഹിന്റെ താടിയിലും ഉണ്ടായിരുന്നില്ല. 20 ശഅറതൻ ബൈളാ, 20 വെളുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നില്ല. അഥവാ നര ഉണ്ടായിരുന്നില്ല. 20 എണ്ണം ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നരയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഹദീസുകൾ തന്നെ വരാൻ പോകുന്നുണ്ട്. അധ്യായം തന്നെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നര വളരെ കുറവാണ്. മനസ്സിലായില്ലേ? അഷ്റഫുൽ വസായിൽ പറയുന്നുണ്ട്, ഷർഖാവി ഇമാമിൻ്റെ ഷർഹിലൊക്കെ പറയുന്നുണ്ട്. എന്താണ് റസൂലുള്ളാഹിന്റെ നര കുറയാൻ കാരണം എന്താ? അന്നന്നിസാ യക്റഹ്നഹു ഗാലിബ, സ്ത്രീകള് നരയെ വല്ലാതെ വെറുക്കും. ഫമൻ കരിഹ മിനൻ നബിയ്യി ശൈഅൻ കഫറ, റസൂലുള്ളാഹിയിൽ നിന്ന് വല്ലതും ആരെങ്കിലും വെറുത്താൽ കാഫിറായി പോകും. എന്തായി പോകും? കാഫിറായി പോകും. അപ്പോൾ സ്ത്രീകളെങ്ങാനും റസൂലുള്ളാഹിനെ വെറുത്തു പോയി കഴിഞ്ഞാൽ വലിയ അപകടമല്ലേ? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ മറ്റുള്ളവരൊക്കെ വെറുത്തു പോയാൽ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്. വേറെ തന്നെ നമുക്ക് പറയാനുണ്ട്. ശാസ്ത്രീയമായ വശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ആ സമയത്ത് പറയാം. എന്തായാലും അൽഹംദുലില്ലാ, ആദ്യത്തെ ഹദീസ് നമ്മൾ പാരായണം ചെയ്തു. റസൂലുള്ളാഹിന്റെ കമാലു ഖിൽഖത്ത്, സൃഷ്ടിപ്പിൻ്റെ പരിപൂർണതയാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ ഉപയോഗപ്പെടുത്തിയ, റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച ആ രൂപം നോക്കിയാട്ടെ. റസൂലുള്ളാഹിന്റെ താടിയിൽ എത്ര ഉണ്ടെന്ന് വരെ എണ്ണി മനസ്സിലാക്കി വെച്ചണം. എത്രത്തോളം മരണപ്പെട്ട് കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് പറയുന്നുണ്ടാവുക. എന്നിട്ടും റസൂലുള്ളാഹിന്റെ ആ രൂപം എന്തായിട്ടില്ല, അവര് മറന്നു പോയിട്ടില്ല. അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് അവർ.
ഈ ഹദീസ് അൽഹംദുലില്ലാ നമ്മൾ വായിച്ചു. റസൂലുള്ളാഹിൻ്റെ ഷമാഇൽ വിശദീകരിക്കുന്നതിൽ ആദ്യത്തെ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശാലമായിട്ട് വീണ്ടും പറയാം. പറഞ്ഞ വിഷയങ്ങളൊക്കെ എല്ലാവരും പഠിക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.